ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പിങ്ക് പായസം ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമ്മൾ അട കഴുകുകയും വേണ്ട, കുതിർക്കുകയും വേണ്ട, 1 മണിക്കൂർ വേവിക്കുകയും വേണ്ട, കുക്കറും വേണ്ട. കട്ടിയുള്ള ഇതേപോലത്തെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ മാത്രം മതി. അപ്പോൾ ഈസി അല്ലേ? അപ്പം നമുക്ക് നോക്കിയാലോ. മിൽക്ക് പൗഡറും കുറച്ച് പാലും മാത്രം മതി. നല്ല പിങ്ക് പായസം ഇത് റെഡി. ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ നല്ല പശു നെയ്യ് തന്നെ തിരഞ്ഞെടുക്കുക. ആ നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് മാത്രം, അതായത് 100 ഗ്രാം മാത്രം അട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊൻനിറമാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കുമ്പോൾ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനെ വറുത്തെടുത്ത് അടയിലേക്ക് നമുക്ക് എത്രയാണോ നമ്മൾ അട എടുത്ത് അത്ര തന്നെ അളവ് പഞ്ചസാര ഇട്ടിട്ട് വറുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണല്ലോ, അപ്പോൾ 1/2 കപ്പ് തന്നെ നമ്മൾ പഞ്ചസാര ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വറുക്കുക. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടല്ലോ, കളറ് ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ നമുക്കിനി കുറച്ച് മിൽക്ക് പൗഡർ ചേർക്കണം. എത്രയാണോ നമ്മൾ ഷുഗർ ചേർത്ത് അത്ര തന്നെ മിൽക്ക് പൗഡറും ചേർക്കാം. നല്ല ക്വാളിറ്റിയുള്ള മിൽക്ക് പൗഡർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഈ ചേരുവകളൊക്കെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുന്ന അതേ സമയം തന്നെ മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും അളവിലോ അല്ലെങ്കിൽ അതിൽ കുറച്ച് പാല് എടുത്തിട്ട് തിളപ്പിക്കാൻ വെക്കുക. നമ്മൾ ഈ തണുത്ത പാലാണ് ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് കട്ടയായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ പാല് അല്ലെങ്കിൽ വെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്ന ടോൺഡ് മിൽക്ക് അല്ലെങ്കിൽ ലോങ് ലൈഫ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കിപ്പോൾ നാട്ടിലാണെങ്കിൽ അമൂലിൻ്റെ ഒക്കെ കിട്ടും. അങ്ങനത്തെ മിൽക്കായ കാരണമാണ് ഞാൻ കുറച്ച് മിൽക്കും കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നത്. ആകെ അളവ് വേണ്ടത് 2 ലിറ്ററാണ്. 100 ഗ്രാം അടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന അടയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അരി അട എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടും. അതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ലോങ് ലൈഫ് മിൽക്കും കൂടെയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നത്. നിങ്ങൾക്കിപ്പം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ സാധാരണ വീട്ടുകളിൽ നിന്നോ അല്ലെങ്കിൽ പാക്കറ്റ് മിൽക്ക് ആയിട്ട് കിട്ടുന്ന തിൻ മിൽക്കാണെങ്കിൽ 2 ലിറ്ററും പാല് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ പായസത്തിന് വെള്ളത്തിൻ്റെ ചുവ മാറില്ല, ഒരു വെള്ളത്തിൻ്റെ ചുവടുക്കും. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഒരുപാട് ഇളക്കൊന്നും വേണ്ട. ഇത് തിളയ്ക്കുന്ന അത്രയും വരെ മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. ഈ കയ്യിലാണെങ്കിൽ നമ്മൾ മരത്തിൻ്റെ തവിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ കറികൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലത്തെ മസാല ടേസ്റ്റ് അല്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് ഈ പായസത്തിലും കൂടി ചേരും. നിങ്ങൾക്ക് തിളച്ച് തൂകിപ്പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ആദ്യം തന്നെ പഞ്ചസാര ചേർക്കണമുണ്ട്. ഇതിങ്ങനെ തിളച്ച് പോകില്ല. ഇനി നിങ്ങൾക്ക് അത്രയും ഡൗട്ടാണ് വെച്ചാൽ ഇതേമാതിരി ഒരു സ്റ്റീലിൻ്റെ കയ്യിലെടുത്തിട്ട് അതിലിട്ട് വെച്ചാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ പായസം റെഡിയായിട്ട് ഉണ്ടാകും. നമുക്ക് നോക്കാം. ഇപ്പം 15 മിനിറ്റുകൾക്ക് ശേഷം നമ്മളുടെ പായസം ഇത്ര കട്ടിയായിട്ടുണ്ട്. നല്ല പിങ്ക് കളറും വന്നിട്ടുണ്ട്. ഇതിന് ഇനി ഏലക്ക ഒന്നും പൊടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഏലക്ക എടുത്തിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് എടുക്കാം. ഇനി നമുക്ക് കൊതിയോടെ ഈ സർവിങ് ബൗളിലേക്ക് പകർത്തി വിളമ്പാം.